സ്നേഹമുള്ളവരെ, നമ്മുടെ സുറിയാനിയുടെ 10ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചില സെന്റൻസുകൾ വായിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സുറിയാനിയിലെ ഒന്നാമത്തെ സെന്റൻസ് ഞാൻ സ്ക്രീൻ ഷെയറിംഗ് കാണിക്കുന്നുണ്ട്. ഓരോ വാക്കുകളുടെയും ഇടയ്ക്കിൽ കഴ്സർ വെക്കാം, അപ്പം നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. ഒന്നാമത്തെ സെന്റൻസ് ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹൈയസ്റ്റ് എന്ന് പറയുന്നതാണ്. ഒന്നാമത്തെ വാക്ക്, അതിലെ ആദ്യത്തെ അക്ഷരം താവ്, താവിന് എ വവ്വല്, ചിഹ്ന വവ്വലില്ല, ബേസിന് ഹാർഡ് കുത്ത് മുകളില്, അതിന്റെ വവ്വല് ഓ, അതിനുശേഷം ഹേത്ത് വവ്വലില്ല, താവ് ആ വവ്വല്. തെഷ്ബഹുത്ത, ഗ്ലോറി, തെഷ്ബഹുത്ത. അടുത്ത വാക്ക് ലാമതിന് വവ്വലില്ല, ആലത്തിന് ആ വവ്വല്, ലാമതിന് ആ വവ്വല്, ഹേക്ക് ആ വവ്വല്. അപ്പോൾ ഇവിടെ മാത്രം ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഈ വാക്കിന്റെ തുടക്കത്തില് ലാമത് കിടപ്പുണ്ട്. ലാമത് എന്ന് പറയുന്നത് ബദോല് എന്ന് പറയുന്ന ഒരു പാറ്റേണിലുള്ള 4 അക്ഷരങ്ങളിൽ ഒരെണ്ണമാണ്. ബേസ്, ദാലസ്, വാവ്, ലാമത് ഇവ സുറിയാനിയിലെ പ്രിപ്പോസിഷൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിലെ ലാമതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിനുശേഷം ആ ഉച്ചാരണം വരുന്ന ആലപ്പോ ഏയോ ആണെങ്കിൽ അത് കൂട്ടി ചേർത്ത് വായിക്കും. ആലാഹ എന്ന് പറയുന്നതിന് പകരം ലാലാഹ എന്നായിരിക്കും. ആലാഹയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അലാഹ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും അത് ഉച്ചരിക്കേണ്ടത് ആലാഹ എന്നായിരിക്കും. അത് ആലാഹ എന്ന് പറയുന്ന വാക്കിന്റെ പ്രത്യേകതയാണ്. മൂന്നാമത്തെ വാക്ക് ബേസ് ആ വവ്വല്, മിമ്മ് വവ്വലില്ല, റേഷിന് ആ വവ്വല്, വാവ് വവ്വലില്ല, മിമ്മിന് എ വവ്വല്. ബമറൗമേ, ലാലാഹ എന്ന് പറഞ്ഞാൽ ടു ഗോഡ് എന്നും ബമറൗമേ എന്ന് പറഞ്ഞാൽ ഇൻ ദ ഹയസ്റ്റ് എന്നാണ് അർത്ഥം. ഇൻ ദ ഹയസ്റ്റ്. രണ്ടാമത്തെ സെന്റൻസിലോട്ട് കാണാം. രണ്ടാമത്തെ സെന്റൻസ് ഗ്ലോറി ബി ടു ദ ഫാദർ ആൻഡ് ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നതാണ്. ഒന്നാമത്തെ വാക്ക് ഷിന്നിന് ഊവല്, ബേസിന് സോഫ്റ്റ് കുത്ത്, വവുല്ല, ഹേയ്ക്ക് ഹേത്തിന് ആ വവൽ. ശുഭ, ശുഭ, ഗ്ലോറി. രണ്ടാമത്തെ വാക്ക് ലാമതിന് വവലില്ല, ആലപ്പിന് ആ വവല്, ബേസിന് സോഫ്റ്റ് കുത്ത്, ആ വവല്. അപ്പോൾ മുകളിൽ കണ്ടതുപോലെ തന്നെ ബദോരിലെ അക്ഷരത്തിന് ശേഷം ആ ഉച്ചാരണം വരുന്നതുകൊണ്ട് ലാവ, ടു ദ ഫാദർ, ലാവ. മൂന്നാമത്തെ വാക്ക് വാവിന് വവലില്ല, ലാമതിന് ആ വവല്, ബേസിന് സോഫ്റ്റ് കുത്ത്, വവലില്ല, റേഷിന് ആ വവല്. ഇവിടെ ബദോലിലെ അക്ഷരത്തിലെ വാവ് ഇവിടെ തുടക്കത്തിൽ വന്നിരിക്കുകയാണ്. ഇപ്രകാരം വാവ് വവ്വലില്ലാതെ തുടക്കത്തിൽ വരികയാണെങ്കിൽ ഊ എന്നായിരിക്കും അത് ഉച്ചരിക്കേണ്ടത്. ഊ. അപ്പോൾ ഇവിടെ ഊ ലൗറ എന്നാകും. ആൻഡ് ടു ദ സൺ. അടുത്ത വാക്ക് വാവ്, വാവിന് ആ വവല്, ലാമതിന് വവലില്ല, റേഷിന് ഊ വവല്, ഹേത്തിന് ആ വവല്. വല് റൂഹ, വല് റൂഹ. അടുത്ത വാക്ക് ദാലത്തിന് വവലില്ല, ഖോപ്പിന് ഊ വവല്, ദാലസിന് വവലില്ല, ഷിന്നിന് ആ വവല്. ദ് ഖുദിശ, ദ് ഖുദിശ. വല് റൂഹ എന്ന് പറയുമ്പോൾ ആൻഡ് ദ സ്പിരിറ്റും, ഇത് ഖുദിശ എന്ന് പറയുമ്പോൾ ഓഫ് ഹോളിനെസ്സും എന്നാണ് അർത്ഥം. അടുത്ത സെന്റൻസ് ഫ്രം ഇറ്റേണിറ്റി ആൻഡ് ഫോർ എവർ, ആമേൻ ആമേൻ. ഒന്നാമത്തെ വാക്ക് മിമ്മ്, മിമ്മിന്റെ അടിയിൽ ഒരു കുത്തിട്ടിട്ടുണ്ട്, അതിനുശേഷം നുന്നാണ് കിടക്കുന്നത്. ഈ വാക്ക് സുറിയാനിലെ ഒരു സ്പെഷ്യൽ വാക്കാണ്. മിന്ന് എന്നാണ് ഇത് ഉച്ചരിക്കേണ്ടത്. നോർമൽ രീതിയിൽ മിന്ന് എന്ന് വരണമെന്നുണ്ടെങ്കിൽ മിമ്മ് എഴുതി യോത് എഴുതി അടിയിൽ കുത്തിട്ടാലേ വരുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ റൂൾ അനുസരിച്ച്. പക്ഷെ ഇത് ഒരു സ്പെഷ്യൽ വാക്കായതുകൊണ്ട് ഇവിടെ മിമ്മ് എഴുതി അടിയിൽ കുത്തിട്ട് എഴുതിയാൽ മിന്നെന്ന് വായിക്കും. ഈ വാക്ക് എപ്പോഴും മിന്ന് എന്നായിരിക്കും വായിക്കേണ്ടത്. ഫ്രം. രണ്ടാമത്തെ വാക്ക് എക്ക് ആ വവല്, ലാമതിന് ആ വവല്, മിമ്മിന് വവലില്ല. ഉച്ചരിക്കേണ്ടത് ആലം, ആലം. അടുത്ത വാക്ക് വാവ്,
വാവിന് ആ വവ്വല്, എയ്ക്ക് വവ്വലില്ല, ദാലസിന് ആ വവ്വല്, മിമ്മിന് ആ വവ്വല്. ഇത് ഉച്ചരിക്കേണ്ടത് വാദമ്മ, വാദമ്മ. വാ എന്ന് ഒറ്റയായിട്ട് ഉച്ചരിക്കാൻ കാരണം ബദൂലിലെ അക്ഷരമാണ് വാവ്. അതിനുശേഷം ആ ഉച്ചാരണം വരുന്നതുകൊണ്ട് വാദമ്മ എന്നാവും. അടുത്തത് ലാമത്. ലാമതിന് വവ്വലില്ല, എയ്ക്ക് ആ വവ്വല്, ലാമതിന് ആ വവ്വല്, മിമ്മിന് വവ്വലില്ല. ലാലം തൊട്ടു മുമ്പ് കണ്ട പോലെ തന്നെ ബദൂലിലെ അക്ഷരത്തിന് ശേഷം ആ ഉച്ചാരണം ലാലം. അപ്പോൾ ആലം വാദം മാലാലം, ഇത് ഒരു ഫ്രേസ് പോലെയാണ് സുറിയാനിയിൽ വരുന്നത്. ഇറ്റേണിറ്റി ആൻഡ് ഫോർ എവർ എന്ന് പറയുന്ന അർത്ഥമാണ് അതിനുള്ളത്. അടുത്തത് ആലപ്പിന് ആ വവ്വല്, മിമ്മിന് ഏ വവ്വല്, യോദിന് വവ്വലില്ല, നുന്ന്. ആമേൻ, ആമേൻ. വീണ്ടും അവസാനത്തെ വാക്ക് വാവ്. വാവിന് ശേഷം വാവിന് വവ്വലില്ല. ആലപ്പ്. ആലപ്പിന് ആ വവ്വല്, മിമ്മിന് ഏ വവ്വല്, യോദിന് വവ്വലില്ല, നുന്നിന് വവ്വലില്ല. അപ്പോൾ വാമേൻ, വാമേൻ. ആമേൻ, വാമേൻ. ആമേൻ ആൻഡ് ആമേൻ. അടുത്ത സെന്റൻസ് ലെറ്റ് us pray, peace be with us. ഒന്നാമത്തെ വാക്ക് ആദ്യത്തെ അക്ഷരം നുന്നിന് വവ്വലില്ല, സാദയ്ക്ക് ആ വവ്വല്, ലാമതിന് ഏ വവ്വല്. സല്ലേ, സല്ലേ. രണ്ടാമത്തെ വാക്ക് ഷിന്നിന് വവ്വലില്ല, ലാമതിന് ആ വവ്വല്, മിമ്മിന് ആ വവ്വല്, ശ്ലാമ. മൂന്നാമത്തെ വാക്ക് ഏയ്ക്ക് ആ വവ്വല്, മിമ്മിന് ആ വവ്വല്, നുന്നിന് വവ്വലില്ല, അമ്മൻ. ഇതൊരു സ്പെഷ്യൽ വാക്കാണ്. അമൻ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഉച്ചരിക്കുമ്പോൾ അമ്മൻ എന്ന് വായിക്കണം. നസല്ലേ ശ്ലാമ അമ്മൻ, നസല്ലേ ശ്ലാമ അമ്മൻ. നസല്ലേ ലെറ്റ് us pray, ശ്ലാമ പീസ്, അമ്മൻ വിത്ത് അസ് എന്നാണ്. അടുത്ത സെന്റൻസ് ലോർഡ് ഓഫ് ഓൾ വി പ്രൈസ് യു. ലാമതിന് ആദ്യത്തെ വാക്ക് ലാമത്, ലാമതിന് ആ വവ്വല്, കാപ്പിന് സോഫ്റ്റ് കുത്തും, വവ്വല് ഊവും. ലാഹു, ലാഹു ടു യു എന്നാണ് അർത്ഥം. അടുത്ത വാക്ക് മിമ്മിന് ആ വവ്വല്, റേഷിന് ആ വവ്വല്, മാറ, ലോഡാണ്. അടുത്തത് മൂന്നാമത്തെ വാക്ക് ദാലസിന് വവ്വലില്ല, കാപ്പിന് സോഫ്റ്റ് വവ്വല്, സോഫ്റ്റ് വവ്വലില്ല, ലാമതിന് ആ വവ്വൽ. അപ്പോൾ ഇത് കൊല്ല എന്നാണ്. കൊല്ല, സോഫ്റ്റും കൂടി ആയതുകൊണ്ട് ഇത് കൊല്ല എന്നാണ് പറയേണ്ടത്. ഇതൊരു സ്പെഷ്യൽ വാക്കാണ്. നമ്മൾ മിന്ന് തൊട്ട് മുമ്പ് കണ്ടതുപോലെ തന്നെ കാപ്പും ലാമതും വവ്വലില്ലാതെ സുറിയാനിയിൽ പ്രയോഗിക്കാറുണ്ട്. അതിനെ നമ്മൾ കോൽ എന്നാണ് പറയുന്നത്. ഇത് അതിന്റെ ഒരു ഭാഗമാണ്. ഇത് കൊല്ല എന്ന് പറയുന്നത്, ഇത് കൊല്ല. അവസാനത്തെ വാക്ക് മിമ്മിന് ആ വവ്വല്, വാവിന് വവ്വലില്ല, ദാലസിന് ഏ വവ്വല്, യോദിന് വവ്വലില്ല, നുന്നിന് ആ വവ്വല്, നുന്ന് വവ്വലില്ല. മൗദേനൻ, മൗദേനൻ, മൗദേനൻ. ലാഹു ടു യു, മാറ ലോഡ്, ഇത് കൊല്ല ഓഫ് ഓള്, മൗദേനൻ വി പ്രൈസ്, മൗദേനൻ വി പ്രൈസ്. അടുത്ത സെന്റൻസ് ജീസസ് ക്രൈസ്റ്റ് വി ഗ്ലോറിഫൈ യു. ആദ്യത്തെ വാക്ക് ഒന്നാമത്തെ അക്ഷരം വാവ്, അത് തുടക്കത്തിൽ വവലില്ലാതെ വരുന്നതുകൊണ്ട് ഊ ആകുന്നു. പിന്നെ ലാമതിന് ആ വവല്, കാപ്പിന് വവലില്ല, ഉലാഹ്, ഉലാഹ് ടു യു. അടുത്തത് യോദിന് അത് വവലായിട്ട് തന്നെ നിൽക്കുന്നു. യോദിന്റെ അടിയിൽ കുത്തിടുമ്പോൾ ഈ ആയി. ഷിന്നിന്റെ വവല് ഓയ്, അതേ തുടർന്ന് എ. അപ്പോൾ ഈശോ, ജീസസ്. അടുത്തത് മിമ്മിന് വവലില്ല, ഷിന്നിന്റെ വവല് ഈ, ഏത്തിന് വവല് ആയ്, മശീഹ, മശീഹ, ഈശോ മശീഹ. അടുത്തത്
മിമ്മിന് വവലില്ല, ഷിന്നിന് ആ വവല്, ബേസിന് ഹാർഡ് കുത്ത്, ഹേത്തിന് ഈ വവല്, നുന്നിന് ആ വവല്, നുന്നിന് വവലില്ല. ശബഹീനൻ, വി ഗ്ലോറിഫൈ എന്ന് പറയുന്നതാണ്. ശബഹീനൻ, വി ഗ്ലോറിഫൈ, ശബഹീനൻ. ഉലാഹ് ഈശോ മിശിഹാമ ശബഹീനൻ. അടുത്ത സെന്റൻസിലോട്ട് കയറാം. For you are the quickener of our bodies and the gracious savior of our souls. ദാലസ് വവലില്ല, ആലപ്പിന് ആ വവല്, അതിനുശേഷം നെണ്ണിന്റെ മുകളിൽ ഒരു വരയിട്ടിരിക്കുന്നത് കൊണ്ട് അത് ഒക്കൾട്ടേഷൻ ആണ്, ഉച്ചരിക്കില്ല. താവിന് ഹാർഡ് കുത്ത്, അതേ തുടർന്ന് ഊ, താവിന്റെ ഊ വവൽ. ദത്തു, ദത്തു. For you are, ദത്തു, for you are. അടുത്തത് മിമ്മ, മിമ്മിന് വവലില്ല, നുന്നിന് ആ വവല്, ഹേത്തിന് വവലില്ല, മിമ്മിന് ആ വവല്, നുന്നിന് ആ വവല്. നഹ്മാന, നഹ്മാന, the quickener, നഹ്മാന. അടുത്തത് ദാലസിന് വവലില്ല, തേക്ക് ആ വവല്, ഗാമലിന് വവലില്ല, റേഷിന് ആ വവല്, യോദിന് വവലില്ല, നുന്നിന് വവലില്ല. ഇത് പകരൈ, ഇത് പകരൈ ഓഫ് അവർ ബോഡീസ്. വീണ്ടും അടുത്ത വാക്ക് വാവിന് വവലില്ല, അതുകൊണ്ട് അത് ഊ ആകും, തുടക്കത്തിൽ ഇട്ടിരിക്കുന്നതുകൊണ്ട്. ആലപ്പിന് ആ വവല്, നുന്നിന്റെ മുകളിൽ വര, അതുകൊണ്ട് ഉച്ചരിക്കില്ല. താവ്, താവിന് ഹാർഡ് കുത്ത്, ഫു, താവിന്റെ വവല് ഫു. വത്തു, ആൻഡ് യു ആർ, വത്തു, ആൻഡ് യു ആർ. അടുത്ത വാക്ക് പേയ്ക്ക് ആ വവല്, റേഷിന് ഓ വവല്, കോപ്പിന് ആ വവല്. പാറോക്ക, സേവ്യർ, പാറോക്ക, സേവ്യർ. അടുത്തത് തേത്ത്, തേത്തിന് ആ വവല്, ബേസിന് സോഫ്റ്റ് കുത്തും, ആ വവല്. താവ, ഗുഡ്, താവ, ഗുഡ്. അല്ലെങ്കിൽ ഇവിടെ ഗ്രേഷ്യസ് എന്നാക്കി വെച്ചിരിക്കുന്നു, അപ്പോൾ ഗ്രേഷ്യസ് സേവ്യർ എന്നാവുന്നു. അവസാനത്തെ വാക്ക് ദാലസിന് വവലില്ല, നുന്നിന് ആ വവല്, പേയ്ക്ക് സോഫ്റ്റ് അടിയിലിട്ടിരിക്കുന്നു, ഷിന്നിന് ആ വവല്, താവ്, താവിന്റെ അടിയിലിട്ടിരിക്കുന്ന ഒരു ഒന്നാമത്തെ കുത്ത് സോഫ്റ്റും, അതിന്റെ അടിയിലും മുകളിലുമായിട്ടിരിക്കുന്നത് ആ വവലും, അവസാനത്തത് നുന്നിന്റെ വവലില്ലാതെ. അപ്പോൾ ദ നവശാസൻ, ദ നവശാസൻ ഓഫ് അവർ സോൾസ്, ഓഫ് അവർ സോൾസ്. ദത്തു ബ്രഹ്മാനാദ് പകരയിൻ, വത്തു പാറോക്ക, താവ, ദ നവശാസൻ. അടുത്ത വാക്ക്, അടുത്ത സെന്റൻസ് ഹോളി ഗോഡ്, ഹോളി മൈറ്റി, ഹോളി ഇമ്മോർട്ടൽ, ഹൗ മെഴ്സി ഓൺ us. അറിയാവുന്നതാണ്. ഒന്നാമത്തെ വാക്ക് കോപ്പ്, അതിന് ആ വവല്, ദാലസിന് ഈ വവല്, ഷിന്നിന് ആ വവല്, കന്തീശ. അടുത്ത വാക്ക് ആലപ്പ്, ആലപ്പിന് ആ വവല്, ലാമതിന് ആ വവല്, ഹേയ്ക്ക് ആ വവല്, ആലാഹ. മൂന്നാമത്തേത് കോപ്പിന് ആ വവല്, ദാലസിന്, ഷിന്നിന് ആ, ഖന്തീശ. അടുത്ത വാക്ക് നാലാമത്തേത് ഹേത്തിന് ആ വവല്, യോദിന് വവലില്ല, ലാമതിന് വവലില്ല, താവിന് സോഫ്റ്റ് കുത്താന്റെ ലോങ് വവല് ആ, നുന്നിന് ആ വവൽ, ഹൈൽസാന. അടുത്ത വാക്ക് വീണ്ടും ഖന്തീശ. അടുത്ത വാക്ക് ലാമത്, ലാമതിന് ആ വവല്, ലാ. അടുത്തത് മിമ്മ, മിമ്മിന് ആ വവല്, യോദ്, യോദിന് ഓ വവല്. അടുത്തത് താവിന് സോഫ്റ്റ് കുത്താന്റെ ആ വവല്, അപ്പോൾ മായോസ. അടുത്ത വാക്ക് ആലപ്പ്, ആലപ്പിന് ഏ വവല്, താവ്, താവിന് സോഫ്റ്റ് കുത്ത്, റേഷിന് ആ വവല്, ഹേത്തിന് ആ വവല്, മിമ്മിന് വവലില്ല. യസ്രാഹം, യസ്രാഹം. അവസാനത്തെ വാക്ക് ഏക്ക് വവലില്ല, ലാമതിന് ആ വവല്, യോദിന് വവലില്ല, നുന്നിന് വവലില്ല. അലൈൻ. അപ്പോൾ ഇത് ഉച്ചരിക്കേണ്ടത് ഖന്തീശ ആലാഹ, ഖന്തീശ ഹൈൽസാന, ഖന്തീശ ലാ മായോസ, യസ്രാഹം അലൈൻ. അപ്പൊ ഇതിന്റെ ഓരോ വാക്കിന്റെ അർത്ഥം ഖന്തീശ ഹോളിയാണ്,
ആലഹ ഗോഡ്, വീണ്ടും കന്ദീഷ ഹോളി, ഹൈൽസാന മൈറ്റി, കന്ദീഷ ഹോളി, ല നോട്ട്, മായോസ ഡെത്ത്. ലാ മായോസയാണ് ഇമ്മോർട്ടൽ ആയിട്ട് ഇവിടെ കിടക്കുന്നത്. ലാ മായോസ. യസ്രാഹം ഹാവ് മേഴ്സി, ഹാവ് മേഴ്സി. യസ്രാഹം അലൈൻ അപ്പോണസ്, ഓണസ് അലൈൻ. അടുത്ത വാക്കിലേക്ക് കയറാം. ബ്ലസ്ഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്. ഒന്നാമത്തെ വാക്ക് തേത്തിന് വവ്വല് ഉ, ബേസിന് ആ വവ്വല്, യോദിന് വവ്വലില്ല, ഹേ ഹേക്ക് ഓ വവ്വല്, നുന്ന്. തൂ വൈഹോൻ ബ്ലസ്ഡ്, തൂ വൈഹോൻ ബ്ലസ്ഡ് അർദ്ധം എന്നൊക്കെ വരും. ബ്ലസ്ഡ് അർദ്ധം, ബ്ലസ്ഡ് തൂ വൈഹോൻ. രണ്ടാമത്തെ വാക്ക് ലാമത്, ലാമതിന് വവ്വലില്ല, മിമ്മിന് ഏ വവ്വല്, സമക്കസിന് വവ്വലില്ല, കാപ്പിന് ഹാഡ് കുത്തും, ഏ വവ്വലും, നുന്നിന് മുകളിൽ 2 കുത്ത് കിടക്കുന്നത് പ്ലൂറലിന്റെ സൈനാണ്, അതിന് ഉച്ചാരണം ഇല്ല. പ്ലൂറൽ ആണെന്നുള്ളതിന്റെ തെളിവ് 2 കുത്ത് മുകളിൽ ചതുരക്കെട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ അതിന്റെ വവ്വല് ഏ കിടപ്പുണ്ട്. അപ്പോൾ മെസ്കേനെ, മെസ്കേനെ, മെസ്കേനെ പുവർ, മെസ്കേനെ ദ പുവർ, പ്ലൂറൽ സെൻസിലാണ്. അടുത്തത് മൂന്നാമത്തെ വാക്ക് ബേസിന് വവ്വലില്ല, റേഷിന് ഊ വവ്വല്, ഹേത്ത്. ബറൂഹ് ഇൻ സ്പിരിറ്റ് എന്ന് പറയും. ബറൂഹ് ഇൻ സ്പിരിറ്റ്. അപ്പൊ ബ്ലസ്ഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, ടു വൈഹോൻ മെസ്കേനെ ബറൂഹ്. അടുത്ത സെന്റൻസിലോട്ട് വരുന്നു. ഫോർ ദേഴ്സ് ഈസ് എ കിങ്ഡം ഓഫ് ഹെവൻ. ദാലസിന് വവ്വലില്ല, രണ്ടാമത്തെ ദാലസിന് ഈ വവ്വല്, ലാമതിന് വവ്വലില്ല, ഹേയുടെ വവ്വല് ഓയെ, നുന്ന്. ദീലുഹോൻ, ദീലുഹോൻ ഫോർ ദേഴ്സ്. അടുത്തത് രണ്ടാമത്തെ വാക്ക് ഹേക്ക് ഉള്ള വവ്വല് ഇ, ഹി, ഈസ് എന്ന് പറയുന്ന അർത്ഥം വരുന്നു. മിം. അടുത്ത മൂന്നാമത്തെ വാക്ക് മിമ്മ ആ വവ്വല്, ലാമതിന് വവ്വലില്ല, കാപ്പിന് കാടുകുത്തും ഊ വവ്വലും. അടുത്തത് താവിന് സോഫ്റ്റ് കുത്തും ആ വവ്വലും. മൽക്കൂസ കിങ്ഡം, മൽക്കൂസ കിങ്ഡം. അവസാനത്തെ വാക്ക് ദാലസിന് ആ വവ്വല്, ഷിന്നിന് വവ്വലില്ല, മിമ്മിന് ആ വവ്വല്, യോദിന് ആ വവ്വല്. ദശ്മയ്യ ഓഫ് ഹെവൻ, ദശ്മയ്യ ഓഫ് ഹെവൻ. ദീലുഹോൻ ഹി മൽക്കൂസ ദശ്മയ്യ. For theirs is the kingdom of heaven. അടുത്ത സെന്റൻസ് ബ്ലസ്ഡ് ആർ ദ മേഴ്സിഫുൾ. ഹേത്ത് ഊ വവ്വല്, ബേസ്, ബേസിന് ആ വവ്വല്, യോദ്, ഹേയെ ഹേയ്ക്ക് ഓ വവ്വല്, നുന്ന്. തൂ ബൈഹോൻ ബ്ലസ്ഡ്, ബ്ലസ്ഡ് ആർ ദ. രണ്ടാമത്തെ വാക്ക് ലാമതിന് ആ വവ്വല്, മിമ്മിന് വവ്വലില്ല. അടുത്തത് റേഷാണ്. റേഷിന്റെ അക്ഷരത്തിന്റെ കുത്താണ് ഒരെണ്ണം കിടക്കുന്നത്, മറ്റൊരെണ്ണം പ്ലൂറലിന്റെ കുത്തും. അതിന്റെ മുകളിലും പിന്നെ താഴെയുമായിട്ട് കിടക്കുന്നത് ആ വവ്വലുമാണ്. പിന്നെ വീണ്ടും ഹേത്ത്, ഹേത്തിന് വവ്വലില്ല, മിമ്മ മിമ്മിന് ആ വവ്വല്, നുന്നിനെ വവ്വല്. ലമ റഹ്മാനെ, ലമ റഹ്മാനെ മേഴ്സിഫുൾ, ദ മേഴ്സിഫുൾ, ദ മേഴ്സിഫുൾ. ലമ റഹ്മാനെ തൂ വൈഹോൻ ലമ റഹ്മാനെ ബ്ലസ്ഡ് ആർ ദ മേഴ്സിഫുൾ. അടുത്ത സെന്റൻസ് ഫോർ ദേ വിൽ റിസീവ് മേഴ്സി, ഫോർ ദേ വിൽ റിസീവ് മേഴ്സി. ദാലസിന് ആ വവ്വല് എ, എക്ക് വവ്വലില്ല, ലാമതിന് ആ വവ്വല്, യോദിന് വവ്വലില്ല, ഹേയ്ക്ക് ഓ വവ്വല്, നുന്ന്. ദാലൈഹോൻ, ദാലൈഹോൻ, ദാലൈഹോൻ. they will receive, ദാലൈഹോൻ for they will. they will എന്ന് പറയുന്നത് അടുത്ത വാക്കിനാണ്. രണ്ടാമത്തെ വാക്ക് നുന്നിന് ഏ വവ്വല്, ഹേയ് ഹേയ്ക്ക് വവ്വലില്ല, വാവ് വാവിന് ഓ വവ്വല്, നുന്ന്. നെഹുവോൻ they will,
എന്നുള്ളത് നെഹുവോനിലാണ് ദേ വിൽ വരുന്നത്. ദാലൈഹോൻ ഫോർ ദേ റിസീവ് എന്നുള്ള രീതിയിൽ വരും. ഫോർ ദേ റിസീവ്. നെഹുവോൻ ദേ വിൽ റിസീവ്. ദേ വിൽ. അവസാനത്തെ വാക്ക് റേഷ്യ. റേഷ്യന്റെ മുകളിൽ കിടക്കുന്ന ചതുരത്തിലുള്ള 2 കുത്തുകൾ. ഒരെണ്ണം റേഷ്യന്റെ കുത്തും ഒരെണ്ണം പ്ലൂറലിന്റെ കുത്തുമാണ്. അതിനുശേഷം മുകളിലും താഴെയായിട്ട് കിടക്കുന്നത് ആ വൗവല്. ഹേത്ത്. ഹേത്തിന് വൗവലില്ല. മിമ്മിനെ വൗവൽ. റഹ്മേ മേഴ്സി. ദാലൈഹോൻ നെഹുവോൻ റഹ്മേ ഫോർ ദേ വിൽ റിസീവ് മേഴ്സി. അടുത്ത സെന്റൻസ് ബ്ലെസ്ഡ് ആർ ദ പ്യുവർ ഇൻ ഹാർട്ട്. ഒന്നാമത്തേത് നേരത്തെ കണ്ടുപോയ വാക്ക് തന്നെയാണ്. തൂ വൈഹോൻ. തൂ വൈഹോൻ. തേത്ത് ഊവല്. ബേസിന് ആ വൗവല്. യോദിന് വൗവലില്ല. ഹേയ്ക്ക് ഓ വൗവല് നിന്ന്. തൂ വൈഹോൻ. അടുത്തത് അപ്പൊ ബ്ലസ്സഡ് എന്നായിട്ട് ബ്ലസ്സഡ്. അടുത്തത് ലാമതിന് വൗവലില്ല. ആലപ്പിന് ആ വൗവല്. യോദ്. യോദിന് വൗവലില്ല. ലാമതിന് ഏ വൗവല്. യോദിന് വൗവലില്ല. നുന്ന്. ലൈലേൻ. 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 ബ്ലസ്സഡ് ആർദ എന്ന് പറയുന്ന സെൻസ് വരും. തൂ വൈഹോൻ ലൈലേൻ. അടുത്ത വാക്ക് ദാലസിന് ആ വൗവല്. വീണ്ടും ദാലസ് വൗവലില്ല. കാപ്പിനെ വൗവല്. യോദ് നുന്ന്. ദദ്ഖേൻ. ദാറ്റ് ദ പ്യുവർ. ദഖിയ എന്ന് പറയുന്ന വാക്കിന്റെ അകത്താണ് ദിഖേൻ. ദദ്ഖേൻ ദ പ്യുവർ. അവസാനത്തെ വാക്ക് ബേസിന് വൗവലില്ല. ലാമതിന് ഏ വൗവല്. ബേസിന് ഹാർഡ് കുത്ത് വൗവലില്ല. ഹേയ്ക്ക് ഓ വൗവല്. നുന്ന്. ലബുഹോൻ. ലബുഹോൻ ലംബ ഹാർട്ടാണ്. ലബുഹോൻ ഇൻ ഹാർട്ട്. ഇൻ ദയർ ഹാർട്ട് എന്നൊക്കെ പറഞ്ഞു വരും. ഇൻ ദയർ ഹാർട്ട്. ബ്ലെസ്ഡ് ആർ ദ പ്യുവർ ഇൻ ഹാർട്ട്. തൂ വൈഹോൻ ലൈലേൻ ദദ്ഖേൻ ലബുഹോൻ. ബ്ലെസ്ഡ് ആർ ദ പ്യുവർ ഇൻ ഹാർട്ട്. അടുത്ത സെന്റൻസ് ഫോർ ദേ വിൽ സീ ഗോഡ്. ഇനി അക്ഷരങ്ങൾ പറയുന്നില്ല, ഞാൻ വായിച്ചു വിടുകയാണ്. ദ് ഹെന്നോൻ നെഹുസോൻ ലാലാഹ. ദ് ഹെന്നോൻ നെഹുസോൻ ലാലാഹ ഫോർ ദേ വിൽ സീ ഗോഡ്. നെഹുസോൻ ദേ വിൽ സീ. ലാലാഹ ഗോഡ്. ദ് ഹെന്നോൻ ഫോർ ദേ. അടുത്തത് ബ്ലസ്സഡ് ആർ ദ പീസ് മേക്കേഴ്സ്. ബ്ലസ്സഡ് ആർ ദ പീസ് മേക്കേഴ്സ്. വായിച്ചു വിടുകയാണ്. തൂവൈഹോൻ ലവ്ദൈ ശ്ലാമ. തൂവൈഹോൻ ബ്ലസ്സഡ്. ലവ്ദൈ മേക്കേഴ്സ്. ലവ്ദൈ മേക്കേഴ്സ്. ശ്ലാമ പീസ്. ശ്ലാമ പീസ്. തൂവൈഹോൻ ലൈലേൻ ലവ്ദൈ ശ്ലാമ. അടുത്ത സെന്റൻസ് ഫോർ ദേ വിൽ ബി കോൾഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദവനാവ് ചെറിയൊരു പ്രത്യേകതയുണ്ട്. അവിടെ അവസാനം ആദ്യത്തെ വാക്കിന്റെ തന്നെ അവസാനം വാവ് ഹേയ് യോദ് ഈ 3 അക്ഷരങ്ങൾ അടുപ്പിച്ച് വവ്വലില്ലാതെ കിടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തില് വാവ് ഉച്ചാരണം കൊണ്ട് നമ്മൾ ആ വാക്ക് അവസാനിപ്പിക്കും. അതുകൊണ്ട് ദവനാവ് എന്ന് പറയും. പിന്നെ ഹേയും യോദും ഉച്ചരിക്കുകയില്ല. അവസാനം ഹേ വവ്വലില്ലാതെ വന്നു കഴിഞ്ഞാൽ പൊതുവെ ഉച്ചരിക്കാറില്ല. അതുപോലെ തന്നെയാണ് യോദും. യോദും ഒരു വാക്കിന്റെ അവസാനത്തിൽ വവ്വലില്ലാതെ വന്നു കഴിഞ്ഞാൽ പൊതുവെ അത് ഉച്ചരിക്കാറില്ല. അപ്പോൾ ഇതിലെ ആദ്യത്തെ അക്ഷരം ആദ്യത്തെ വാക്ക് ഉച്ചരിക്കേണ്ടത് ദവനാവ് എന്നാണ്. ദവനാവ്. ദവനാവ്. ചിൽഡ്രൻ. ബിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻ ആണ്. ദവനാവ് എന്ന് പറയുമ്പോൾ ഹിസ് ചിൽഡ്രൻ എന്നുള്ള ഒരു അർത്ഥത്തിൽ വരും. ഹിസ് ചിൽഡ്രൻ. രണ്ടാമത്തേത് ദാലാഹ. ദാലാഹ ഓഫ് ഗോഡ്. ദാലാഹ. അവസാനത്തെ വാക്ക് നെസ്ക്രോൻ. നെസ്ക്രോൻ.
they will be called. Nescron. They will be called. Nescron. അവസാനത്തെ സെന്റൻസ് കാണാം. You are the light of the world. You are the light of the world. അത്തോൻ, നുന്റെ മുകളില് വരയുള്ളത് കൊണ്ടാണ് അത് ഉച്ചരിക്കാത്തത്. അതുകൊണ്ട് അത്തോൻ, യു ആർ. അത്തോൻ എന്നോൻ, രണ്ടാമത്തേത് രണ്ടും കൂടെ വരുമ്പോൾ യു ആർ എന്നാകും. അത്തോൻ എന്നോൻ, അത്തോൻ എന്നോൻ. അടുത്ത വാക്ക്, മൂന്നാമത്തെ വാക്ക് നുഹ്റേ. നുഹ്റേ, ലൈറ്റ് എന്നുള്ള അർത്ഥം വരുന്നതാണ്. ഹിസ് ലൈറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. നുഹ്റേ. അവസാനത്തെ വാക്ക് ദൽമ. ആൽമ എന്ന് എഴുതിയിരിക്കുന്നതെങ്കിലും അത് പൊതുവെ അൽമ എന്നാണ് ഉച്ചരിക്കുന്നത്. അതിനു മുമ്പ് ദാലസ് ബദോലിലെ അക്ഷരമാണ്. അതേ തുടർന്ന് ആ ഉച്ചാരണം വരുന്ന അക്ഷരം കിടക്കുന്നതുകൊണ്ട് ദാൽമ, ദൽമ എന്നാവും. ദാൽമ എന്നാണ് നമുക്ക് വായിക്കേണ്ടതെങ്കിലും ദൽമ എന്ന് വായിച്ചാൽ മതി. അത്തോൻ എന്നോൻ നുഹ്റേ ദൽമ. അൽമ വേൾഡ് ആണ്, ദൽമ ഓഫ് ദ വേൾഡ് ആണ്. അത്തോൻ എന്നോൻ നുഹ്റേ ദൽമ. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് ഇത്ര മതിയായിരിക്കും. ഈ സെന്റൻസുകൾ നമുക്ക് സാവകാശം വായിക്കാനായിട്ട് ശ്രമിക്കാം. ഏവർക്കും നന്ദി.